പൂക്കളത്തിന് അവശേഷിക്കുന്നത് ഇനി 6 ദിവസങ്ങൾ മാത്രം. ഉണരാതെ പൂവിപണി. വയനാട് ദുരന്തവും തദ്ദേശീയമായി പൂക്കൃഷി വ്യാപിപ്പിച്ചതും വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് തിരിച്ചടിയായി. അത്തം പിറന്ന് 4 ദിനങ്ങൾ കഴിഞ്ഞിട്ടും പൂവിപണി സജീവമായിട്ടില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് കച്ചവടം വളരെ കുറവാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ കുറച്ചതും തദ്ദേശീയമായി പൂക്കൃഷി വ്യാപിച്ചതുമാണ് കച്ചവടം കുറയാൻ പ്രധാന കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂക്കൾക്ക് വില നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. വിവിധ ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ളവരുടെ ഓണാഘോഷങ്ങൾ വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. വീട്ടുമുറ്റങ്ങളിലേക്കുള്ള പൂക്കൾ മാത്രമാണ് ഇപ്പോൾ വിറ്റുപോകുന്നത്. വരും ദിവസങ്ങളിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ഓട്ടുപാറയിലെ പ്രമുഖ പൂവിപണന കേന്ദ്രമായ സരസ്വതി ഫ്ലവേഴ്സ് ഉടമ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഇപ്രാവശ്യം ഈ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇതുവരെ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ വയനാട് ദുരന്തം കാരണം ആൾക്കാർ ആഘോഷങ്ങളൊക്കെ വളരെ കുറച്ചിട്ടുള്ള ചെയ്യണത്. അതുകൂടാതെ പിന്നെ മഴയും പിന്നെ നാട്ടിലൊക്കെ നിറച്ച് കൃഷി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൂവിനൊക്കെ വളരെ തുച്ഛമായ വിലയാണ് ഇതുവരെയുള്ളൂ. ഓണം അടുക്കും തോറും ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, കൂടുതലെന്ന് അറിയില്ല. ഇപ്പോൾ ചെണ്ടമല്ലിക്കൊക്കെ 50 രൂപ, വാടാർമല്ലിക്ക് 100 രൂപ, അങ്ങനെയൊക്കെ വില വളരെ കുറവാണ്. ആകെ വില കൂടുതലുള്ളത് ഈ വെള്ള ജമന്തി, ഇങ്ങനത്തെ റോസ്, ഇതിനൊക്കെയാണ് കുറച്ച് വില കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇത് കൂടുതലായിട്ട് വരുന്നത് തമിഴ്നാട്, കർണാടക, ഒസൂർ, മറ്റേ ഗുണ്ടൽപേട്ട്, അവിടെ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ഈ ചെണ്ടമല്ലി ഐറ്റംസ് വരുന്നത്. ചെണ്ടമല്ലി ഒരു കിലോന് 60 രൂപ, 80 രൂപ ആ റേഞ്ചാണ് വരുന്നുള്ളൂ. കഴിഞ്ഞ മുൻ വർഷത്തിൽ 100-200 ആയിട്ടുണ്ട്. ഇപ്പോൾ റേറ്റ് വളരെ കുറവാണ്. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. വിപണി മൊത്തത്തിൽ ആകെ ഒരു മാന്യമാണ്. പിന്നെ സുലഭമാണ്. എല്ലായിടത്തും നാട്ടിലൊക്കെ കൃഷി ആയതോടുകൂടി പൂവ് വാങ്ങിക്കാൻ വരുമ്പോൾ വളരെ കുറവാണ്. വഴിപാണിപ്പം ഭയങ്കരമായിട്ടുണ്ട്. ഈ 10 ദിവസം സത്യം പറഞ്ഞാൽ വഴി നീളെ കച്ചവടമാണ്. അതുകൊണ്ട് കടകൾ നമ്മൾ 365 ദിവസം ഈ ലൈസൻസും എല്ലാം എടുത്തിരുന്നിട്ടും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ നമ്മൾ പരമായി നോക്കി. നഗരസഭയിൽ ചെയർമാന് കംപ്ലൈൻറ്റ് കൊടുത്തു. പിന്നെ ഒരു പരിധിയില്ലേ, ഒരു ദിവസം ഒരു കട വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അപ്പുറത്ത് വരും. ഈ 10 ദിവസത്തെ കാര്യമില്ല വെച്ചിട്ട് നമ്മളും പറഞ്ഞു എടുത്തു. പിന്നെ നമുക്കുള്ളത് വരും, പഴയ കടയാന്നുള്ളതുകൊണ്ട് നമുക്ക് വരുവായിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോണു. കിറ്റ് നമ്മൾ 50, 100, 200 അങ്ങനെയാണ് കണക്ക്. അതിൽ 3-4 തരത്തിലുണ്ടാവും. ചെണ്ടമല്ലി ഉണ്ടാവും, ഓറഞ്ച് ചെണ്ടമല്ലി ഉണ്ടാവും, വാടാർമല്ലി, അരളി, പിന്നെയുള്ള ഐറ്റംസ് ഏതുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കും. 4-5 ഐറ്റംസ് നമ്മൾ കിറ്റിൽ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തോളം പിന്നെ വയനാട് ദുരിതം ആയതുകൊണ്ടാണ് ഒരു പൂവിനും അതുകൊണ്ട് തന്നെ റേറ്റ് വളരെ കുറവാണ് നമുക്ക് വരുന്നത്. എന്തായാലും ഇപ്രാവശ്യത്തോളം മുൻ വർഷത്തിനേക്കാളും കച്ചവടമൊക്കെ വളരെ മോശമാണ്. പൂവും ഇഷ്ടംപോലെ സുലഭമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഒക്കെ ഫ്രഷ് പൂവാണ്. വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം തീർക്കുന്നതിനുള്ള 50-100 രൂപയുടെ കിറ്റുകൾ വാങ്ങുന്നതിനാണ് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയും. സ്കൂളുകളിൽ ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് വ്യാപാരികൾ. ജമന്തി, ചെണ്ടുമല്ലി, വാടാർമല്ലി, റോസ് എന്നിവയെല്ലാം സുലഭമായി ലഭിക്കുന്നുണ്ട്. ജമന്തി, റോസ്, വാടാർമല്ലി എന്നിവയ്ക്കാണ് താരതമ്യേന വില അല്പം കൂടുതലുള്ളത്. 1 കിലോ ചെണ്ടുമല്ലി 60 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. അതേസമയം വഴിയോര കച്ചവടങ്ങളും ഇവർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. നഗരസഭയുടെ നിയന്ത്രണം ഫലം കണ്ടില്ലെന്നാണ് ആരോപണം. VCV ന്യൂസ്, വടക്കാഞ്ചേരി.